ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ മോമോസിൻ്റെ റെസിപ്പിയുമായാണ്. ഇതുണ്ടാക്കാനായി ഒരു ബൗളെടുത്ത് 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ മാവ് നന്നായി നമുക്ക് കുഴച്ചെടുക്കാം. ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിലേക്കുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാം. അതിനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ 2 ചെറുതായി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ചെറുതായി അരിഞ്ഞു വെച്ച കറിവേപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം. ഉള്ളിക്ക് ഒരു പകുതി വേവിൻ്റെ ആവശ്യമുള്ളൂ. ഇതിലേക്ക് 1 കപ്പ് ചിക്കൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചതാണ്. ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കണം. ക്രഷ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ഇതിലേക്കുള്ള മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നേരത്തെ എടുത്തു വെച്ച മാവ് പരത്തിയെടുക്കാം. ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കുന്ന പോലെ കുറച്ച് കട്ടിയിൽ വേണം ഇത് പരത്തിയെടുക്കാൻ. ഇത് നന്നായി ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് ചെറിയ വട്ടങ്ങളായി മുറിച്ചെടുക്കാം. ഇതേപോലെ റൗണ്ടുള്ള പാത്രമോ അടപ്പോ വെച്ച് നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. ഒന്നുകിൽ കുറച്ച് മാവെടുത്ത് ഒന്നൊന്നായി പരത്തിയെടുക്കാവുന്നതാണ്. ഇങ്ങനെ പരത്തുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ്.
അപ്പോൾ ഇതേപോലെ ചെറിയ വട്ടത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് കൊണ്ട് ഫില്ലിങ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് തോനെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ചെറിയ ചെറിയ ചുരുക്കമായി ഇങ്ങനെ എടുത്തതിന് ശേഷം എല്ലാതും ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കാം. അതുപോലെ ഫുൾ കംപ്ലീറ്റായി ഇതേപോലെ ചെയ്തു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഏത് ഭാഗത്താണോ തിരിച്ചു വന്നത് അതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കാം. അതേപോലെ ബാക്കി എല്ലാതും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. അതിനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം തട്ടിട്ടതിന് ശേഷം തട്ടിലൊന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഓരോ മൂമൂസായി നിരത്തി വെച്ച് കൊടുക്കാം. ഇത് 7 മുതൽ ഒരു 10 മിനിറ്റ് വരെ നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഇത് ഒരുപാട് നേരമൊന്നും ആവിയിൽ വേവിച്ചെടുക്കേണ്ട, മാവ് ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഇത് ഒരു കുക്കറിലാണ് ആവി കയറ്റിയെടുക്കുന്നത്. നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സോസിൻ്റെ കൂടിയോ ചട്നീൻ്റെ കൂടിയോ ഒക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.